ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇറ്റ്സ് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് ട്രേഡ്സ്മാൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു 17 ട്രേഡുകളിലായിട്ട് 2021 ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേരള പി എസ് സിയുടെ. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റുകളും ഷോർട്ട് ലിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലതിൻ്റെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു, ചിലത് ഷോർട്ട് ലിസ്റ്റുകൾ വന്നു, ചില ട്രേഡുകളുടെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചർച്ചാ വിഷയം പക്ഷെ അതൊന്നുമല്ല. ട്രേഡ്സ്മാൻ ലിസ്റ്റ് ഇത്തവണ ഡിസ്ട്രിക്ട് വൈസാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ജില്ലകളിലും ഉള്ള വാക്കൻസികളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ ഈ പറയുന്ന ഡിസ്ട്രിക്ട് വൈസ് മുമ്പ് ഉണ്ടായിരുന്നത് ട്രാൻസ്ഫറൊക്കെ ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ തവണ അത് സ്റ്റേറ്റ് വൈഡ് ആക്കാനൊരു നിയമം ഓൾറെഡി വന്നിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ട് കൂടി ഇത്തവണ കേരള പി എസ് സി 2021 നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് മൊത്തം നമ്മൾ 14 ജില്ലകളിൽ 7 ജില്ലകളിലേക്കാണ് അവർ വിളിച്ചിട്ടുള്ളത്. മൊത്തം 16 വാക്കൻസികളാണ് ഓരോ ജില്ലകളിലായിട്ട്. ചില ജില്ലകളിൽ ഓരോ വാക്കൻസിയും, ചില ജില്ലകളിൽ 4 വാക്കൻസികളൊക്കെ വെച്ചിട്ട് അങ്ങനെ മൊത്തം ഒരു 16ഓളം വാക്കൻസികളാണ് ഫില്ല് ചെയ്യാനായിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രോണിക്സിൻ്റെ പോലെ തന്നെ ബാക്കിയുള്ള ട്രേഡുകളും അപ്പോൾ വാക്കൻസികൾ ഏതൊക്കെയാണോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു വാക്കൻസികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവർ വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോർമലി അങ്ങനെ തന്നെയാണ് വിളിക്കുക. ഏതൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഡിസ്ട്രിക്ട് വരെ വിളിക്കുന്ന സമയത്ത് ആ ഡിസ്ട്രിക്റ്റുള്ള വാക്കൻസികൾ വെച്ചിട്ട് തന്നെയായിരിക്കും അവർ വിളിക്കുക. അങ്ങനെ എക്സാമിന് വിളിച്ചു കഴിഞ്ഞാൽ, അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സാം എഴുതി ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരും, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജൊക്കെ ആദ്യം വരും. ആ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില ആൾക്കാരൊന്നും ഷോർട്ട് ലിസ്റ്റഡ് ആവില്ല, കാരണം മെസ്സേജ് വന്ന് എല്ലാവർക്കും ചിലപ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് വന്ന് പിന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് പിന്നെ അടുത്തത് അഡ്വൈസാണ്. അപ്പോൾ ആർക്കും വേണ്ട അർഹതപ്പെട്ടവർക്ക് ജോലിയിലേക്ക് കയറാം. സാധാരണഗതിയിൽ കേരള പി എസ് സി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ യൂണിഫോം ആയിട്ടുള്ള പോസ്റ്റുകൾക്കെല്ലാം തന്നെ 1 വർഷം മുതൽ 3 വർഷം വരെയാണ് കാലാവധി സാധാരണ ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണോ അവിടെ വരുന്നത് അന്ന് മുതൽ ഒരു 3 വർഷം വരെയാണ് അതിൻ്റെ കാലാവധി സാധാരണ ഉണ്ടാവുക. അപ്പോൾ എല്ലാ ലിസ്റ്റുകളും അങ്ങനെ തന്നെയാണ്. ഏതൊരു ലിസ്റ്റ് വിളിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്തവണ ട്രേഡ്സ്മാനും വിളിച്ചത് അങ്ങനെ തന്നെയാണ്. ഇതുപോലെ 1 വർഷം മുതൽ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ താഴെ കുറേ പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് 1 വർഷം മുതൽ 3 വർഷം വരെ കാലാവധി കൊടുക്കുന്നുണ്ട്. അതായത് എപ്പോഴാണോ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നത് അതുവരെ ഇതിന് കാലാവധി ഉണ്ടാവും. മിനിമം 1 വർഷം എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞ് അത് 3 വർഷം വരെ അത് നീട്ടാം എന്നൊക്കെ പറഞ്ഞ് സാധാരണ എല്ലാ ഷോർട്ട് ലിസ്റ്റിലും വന്നിട്ടുള്ളത് പോലെ തന്നെ ഈ പറയുന്ന ട്രേഡ്സ്മാൻ ലിസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇങ്ങനെ 1 വാക്കൻസി 2 വാക്കൻസി ഒക്കെ പറഞ്ഞ് വരുന്ന പോസ്റ്റുകളിലേക്ക് ഈ 3 വർഷത്തെ കാലാവധി കൊണ്ട് അവിടെ എന്തൊക്കെ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഏതിനൊക്കെ വാക്കൻസികൾ റിപ്പോർട്ടാവുന്നു. ഇപ്പോൾ ട്രേഡ്സ്മാൻ ചിലപ്പോൾ ആ ഒരു വർഷത്തിനിടയ്ക്ക് ഇപ്പം ഒരു 3 വർഷം കണക്കിലെടുക്കുന്ന സമയത്ത് ഈ 3 വർഷത്തിനിടയ്ക്ക് ഈ ട്രേഡ്സ്മാനായി കയറിയിട്ടുള്ള ആൾക്ക് ചിലപ്പോൾ നല്ല പോസ്റ്റ് എടുക്കഴിഞ്ഞാൽ ആ കക്ഷി അവിടെ നിന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട്, ഹയർ പോസ്റ്റിലേക്ക് പോവും. അപ്പോൾ ഇവിടെ ആ ഒരു വാക്കൻസി അവിടെ കിടക്കും. അതൊന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ആരെങ്കിലും ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫറായി പോകുന്ന സമയത്തുള്ള വാക്കൻസികൾ അവിടെ കിടക്കും. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റുകൾ വരുന്ന സമയത്ത് റിട്ടയർമെൻറ്റ് വാക്കൻസികൾ എടുക്കും. ഇങ്ങനെ പല രീതിയിൽ വാക്കൻസികൾ അവിടെ ഫില്ലാവും. പല രീതിയിൽ വാക്കൻസികൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന വാക്കൻസികളൊക്കെ ഈ പറയുന്ന ലിസ്റ്റിലേക്ക് സാധാരണഗതിയിൽ ആഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതായത് ഈ ഒരു 3 വർഷ കാലയളവിൽ അല്ലെങ്കിൽ ആ ഒരു 1 വർഷം പറയുകയാണെങ്കിൽ ആ 1 വർഷ കാലയളവിൽ എത്രത്തോളം വാക്കൻസികൾ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് ഉണ്ടാവുന്നുണ്ടോ അതൊക്കെ ആ വർഷം തന്നെ റിപ്പോർട്ട് ചെയ്യാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. പക്ഷേ ഈ ട്രേഡ്സ്മാൻ ലിസ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഡിസ്ട്രിക്ട് വൈഡായിട്ട് വിളിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ചില ജില്ലകൾക്ക് ഇപ്പോൾ ഇലക്ട്രോണിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് 7 ജില്ലകളിലേക്കാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, കോട്ടയം, പാലക്കാട്, അങ്ങനൊരു 7 ജില്ലയിൽ, വയനാട്, അങ്ങനൊരു 7 ജില്ലയിലേക്കാണ് അവർ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഒരു 16ഓളം വാക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയാം ട്രേഡ്സ്മാൻ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ വേറെയും ടെക്നിക്കൽ എക്സാമിൽ ഈ അടുത്ത് ഒരുപാടെണ്ണം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതുന്ന ആളുകളാണ്.
അപ്പോൾ ഈ ട്രേഡ്സ്മാൻ ലിസ്റ്റിൽ പെട്ട ഒരാൾ തന്നെ ചിലപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറോ ഡെമോൺസ്ട്രേറ്ററോ ലെക്ചറൊക്കെ ആയിട്ട് ചിലപ്പോൾ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വാക്കൻസികൾ അവിടെ എന്തായാലും വന്നുകൊണ്ടിരിക്കും. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വരുന്ന വാക്കൻസികളൊന്നും തന്നെ ഈ ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടില്ല എന്നുള്ളതാണ്. അടുത്ത വർഷം മുതൽ, അതായത് ഇനി എപ്പോഴാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്, ആ നോട്ടിഫിക്കേഷൻ സ്റ്റേറ്റ് വൈഡ് ആയിട്ടായിരിക്കും അവരിനി ഇറക്കുക. അത് ഇത്തവണ തന്നെ ഇറക്കിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി വരുന്നത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടായിരിക്കും ഇറക്കുക. അപ്പോൾ ആ നോട്ടിഫിക്കേഷനിലേക്കാണ് ഈ പറയുന്ന വാക്കൻസികളൊക്കെ പോവുക. അതായത് 10/6, കൃത്യമായി പറയുകയാണെങ്കിൽ 10/6/2020 ശേഷം വരുന്ന എല്ലാ വാക്കൻസികളും പോകുന്നത് ഇനി വരാൻ പോകുന്ന സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഈ കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിച്ച് ഈ ലിസ്റ്റിലേക്ക് പെട്ടിട്ടുള്ള ആർക്കും തന്നെ ഈ 1-2 വാക്കൻസികൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപകാരം ഇല്ലാണ്ടാവും. പിന്നെ വരുന്ന വാക്കൻസികളൊക്കെ തന്നെ അടുത്ത ലിസ്റ്റിലേക്ക് പോവും. ഇതെന്താ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം പറയുന്നത് ഒരുപാട് ഏജ് ബാറായിട്ടുള്ള ആളുകൾ ഈ ഒരു എക്സാം എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല മാർക്കുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇവർക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ ജോലി കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പാലക്കാട് ഇലക്ട്രോണിക്സ് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 1ാം റാങ്കുകാരിയുടെ മാർക്ക് എന്ന് പറയുന്നത് 87 മാർക്കാണ്. പക്ഷേ അത് പാലക്കാട് വന്ന ആ ഒരു വാക്കൻസി NJD വാക്കൻസി ആയതുകൊണ്ട് തന്നെ 57 മറ്റോ മാർക്കുള്ള ഒരു റിസർവേഷൻ കാറ്റഗറിക്കാണ്, ആ കാറ്റഗറിയിലുള്ള ആൾക്കാണ് ഈ അതായത് ആ വാക്കൻസി പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ടോപ്പ് മാർക്ക് കിട്ടിയിട്ടുള്ള ഒരാൾക്ക് കിട്ടാതെ NJD വാക്കൻസി ആയതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ പോകുന്നത്. ശരി, അത് പൊയ്ക്കോട്ടെ, നമ്മുടെ റിസർവേഷൻ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത്രയും മാർക്ക് വാങ്ങിച്ച 1ാം റാങ്ക് കിട്ടിയിട്ടുള്ള ഒരാൾക്ക് പോലും ഈ ഒരു പോസ്റ്റിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എത്ര വേദനാജനകമാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. ഒരുപാട് പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ചിലർ ജോലി പോലും ഉപേക്ഷിച്ചിട്ടൊക്കെയാണ് ഈ ഒരു എക്സാം എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒരു ലിസ്റ്റിലേക്ക് പെട്ടിട്ട് അവർക്ക് അവസാനം അതൊരു ഉപകാരം ഇല്ലാണ്ടാവുക എന്ന് പറയുമ്പോൾ അതെന്തൊരു ഇതാണ്. വേറൊരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, വേറൊരു ഇതേപോലെ ഒരു ട്രേഡ്സ്മാൻ ലിസ്റ്റിൽ 98 മാർക്ക് വരെ വാങ്ങിച്ചിട്ട് പോലും ആ ഒരു 1ാം റാങ്കുകാരന് ജോലിയില്ല. പകരം NJD വാക്കൻസി ആയതുകൊണ്ട് അത് ഏത് കാറ്റഗറിയാണോ ഉള്ളത് അവർക്കാണ് ജോലി കിട്ടുന്നത്. അത് കിട്ടിയാലും കുഴപ്പമില്ല, ബാക്കി വരുന്ന വാക്കൻസികളെല്ലാം തന്നെ റിപ്പോർട്ടഡ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഈ കാലാവധി ഒരു 3 വർഷമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാലാവധിയിൽ വരുന്ന വാക്കൻസികളൊക്കെ റിപ്പോർട്ടഡ് ആയിക്കഴിഞ്ഞാൽ, ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് റിപ്പോർട്ടഡ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുവിധം ആൾക്കാർക്കൊക്കെ ജോലി കിട്ടുകയും ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ പേരൊക്കെ നല്ല പോസ്റ്റ് കിട്ടുമ്പോൾ പോകും, ആ വാക്കൻസികളൊക്കെ ഉറപ്പായിട്ടും വരും. കാരണം ഇത് ട്രേഡ്സ്മാൻ അത്രയും വലിയ ക്വാളിഫിക്കേഷൻ അല്ല വേണ്ടത്, ഏറ്റവും ലീസ്റ്റ് ക്വാളിഫിക്കേഷനാണ് ടെക്നിക്കലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ അവസരങ്ങൾ നഷ്ടപ്പെടും. ചിലരുടെ ഏജ് ബാർ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകളുടെ പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ മാത്രം അവർക്ക് ഒരു ഫർദർ പ്രൊസീഡ് ചെയ്യാണ്ട് അവർക്ക് ഒരിക്കലും എന്തായാലും PSC വന്നിട്ട് നിങ്ങൾക്ക് തരാം, ഞങ്ങൾ മാറ്റിത്തരാം എന്നൊന്നും പറയാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ തന്നെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തേന്ന് പറയുന്നത്, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു 3 വർഷത്തേക്ക് നീട്ടുക. അതായത് നോർമലി ഉള്ള എല്ലാ ലിസ്റ്റിലും പറഞ്ഞതുപോലെ തന്നെ ഒരു 3 വർഷ കാലാവധി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കിട്ടുന്നത് മാത്രം പോരാ, 3 വർഷം കിട്ടാൻ വേണം. അതിന് കൂടി വരുന്ന വാക്കൻസികൾ, ഈ 3 വർഷത്തിനുള്ളിൽ വരുന്ന വാക്കൻസികളെല്ലാം തന്നെ ആ ഒരു പർട്ടിക്കുലർ ലിസ്റ്റിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം, അതിലേക്ക് അഡ്വൈസും പോകണം. അല്ലാതെ ഈ വരുന്ന വാക്കൻസികളെല്ലാം തന്നെ അടുത്ത ലിസ്റ്റ് വരട്ടെ, അതായത് നിലവിൽ റാങ്ക് ലിസ്റ്റ് ഇല്ലാത്തിടത്തോളം കാലം, അതായത് ഇപ്പോഴുള്ള നിലവിലുള്ള ആൾക്കാർക്കുള്ള അവസരം കൊടുക്കാതെ ഒരിക്കലും വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിനെ കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു നിയമവുമില്ല. നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെയുള്ള ഒഴിവുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് അതിലേക്ക് അഡ്വൈസ് പോകണം എന്നുള്ളത് പറയുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം പറയുന്നത് 3 വർഷത്തെ കാലാവധി ആക്കുക. ആ സമയത്ത് വരുന്ന വാക്കൻസികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിലേക്കായിരിക്കണം, വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലേക്ക് ആവാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പിന്നെ ഒന്ന് സ്റ്റേറ്റ് വൈഡ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ട്രേഡ്സ്മാൻ ലിസ്റ്റുകൾ സ്റ്റേറ്റ് വൈഡ് ആക്കിയിട്ട് ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുറേ എണ്ണത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു, കുറേ എണ്ണത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് വന്നത്. ചില ട്രേഡുകളുടെ, ഇപ്പോൾ ഇലക്ട്രോണിക്സ് എടുക്കുന്ന സമയത്ത് 2 ട്രേഡുകളുടെ ഓൾറെഡി റാങ്ക് ലിസ്റ്റ് വന്നു, ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഷോർട്ട് ലിസ്റ്റാണ് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും സ്റ്റേറ്റ് വൈഡ് ആക്കാനുള്ളൊരു പോസിബിലിറ്റി എത്രത്തോളം നമുക്ക് ഫലവത്താവും എന്നുള്ളത് അറിയില്ല. പക്ഷേ 3 വർഷ കാലാവധിയിലേക്ക് ആക്കാനുള്ളൊരു പോസിബിലിറ്റി എന്തായാലും ഉണ്ട്. ഇതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലല്ല, എന്തായാലും ചീഫ് മിനിസ്റ്റർക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാം.
നമ്മളുടെ പരാതിയുടെ സ്റ്റാറ്റസ് ഓൺലൈനായിട്ട് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറയാം. അങ്ങനെ ഞാൻ അന്വേഷിച്ച സമയത്ത് ഇപ്പോൾ അത് നല്ലൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് അവിടെ നിന്നാണ് അറിഞ്ഞത്. തിങ്കളാഴ്ച അവരെ വിളിക്കാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് അവർ വ്യക്തമായി പറഞ്ഞില്ല. കാരണം ഇപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളത് ഇത്തിരി ചർച്ചാ വിഷയം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച വിളിക്കുമ്പോൾ പറയാമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെ വിളിച്ച് ചെയ്തു. ഞാൻ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അതുപോലെ ഒരുപാട് പേരൊക്കെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് ആ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നിങ്ങൾ പരാതികൾ ബോധിപ്പിക്കുന്നത്. പക്ഷേ ഈ പരാതി ബോധിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടുകയാണ് വേണ്ടത്. പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് വൈകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അതിനിടയിൽ ആ ചൂടിനിടയിൽ നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗുണം കിട്ടും. അപ്പോൾ ഇലക്ഷന് മുമ്പായിട്ട് നേതാക്കന്മാരെ കാണാം, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ നിന്നൊരു റിപ്ലൈ കിട്ടുമോ എന്നുള്ളത് നോക്കാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കേസിനും കൂടെ പോയാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം ഇപ്പോൾ പലതിൻ്റെയും ലിസ്റ്റുകളൊക്കെ വന്ന സ്ഥിതിക്കും പലർക്കും ചിലപ്പോൾ അഡ്വൈസൊക്കെ പോവാം എന്നുള്ളത് കൊണ്ടും തന്നെ എത്രയും വേഗം അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ കേസാണ് മറ്റൊരു പ്രതിവിധി എന്ന് പറയുന്നത്. കാരണം നമുക്ക് കേസ് കൊടുക്കുമ്പോൾ പറയാം ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് റിപ്ലൈ കിട്ടാത്തത് കൊണ്ടാണ് കേസ് എന്നുള്ള കാര്യം, അതും അതിൻ്റെ പാരലായിട്ട് പോകുന്നത് കൊണ്ട് തെറ്റില്ല. നമ്മളുടെ കാറ്റഗറി നമ്പേഴ്സ് 782/2021 ടു 768/2021. അപ്പോൾ ഇതൊരു 17 കാറ്റഗറിയാണ് ഉള്ളത്. ഇപ്പോൾ പ്ലംബർ, വയറിംഗ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, സിവിൽ, അങ്ങനെ പറഞ്ഞ ഒരുപാട് ട്രേഡുകൾ വരുന്നുണ്ട്. പ്രിൻറ്റിങ് ടെക്നോളജി, ടെക്സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ട്രേഡുകാർ എല്ലാം ചേർന്നിട്ടുള്ളൊരു റാങ്ക് ഹോൾഡർ ഗ്രൂപ്പും ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ട്രേഡ്സ്മാൻ ലിസ്റ്റിൽ പെട്ടിട്ട് ഇനി എന്താണ് പ്രവർത്തനം ചെയ്യാനുള്ളതെന്നൊന്നും അറിയാതെ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവാം. കാരണം ഒരുപാട് പേര് മുന്നോട്ട് വന്നാൽ മാത്രമേ അതൊരു ഗുണമുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ LD ലിസ്റ്റ്, LGS ലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ടെക്നിക്കൽ PSCയുടെ ലിസ്റ്റുകൾ എടുക്കുന്ന സമയത്ത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു സ്വീകാര്യത കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ്. ഇപ്പോൾ LD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ആൾക്കാരൊക്കെ കൂടെ നിന്ന് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും, നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഒരുപാട് ആളുകൾ ആ ലിസ്റ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം നമ്മളുടെയൊക്കെ ലിസ്റ്റ് ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ മൊത്തം 78 പേര്, 100 പേരൊക്കെ ഒരു ലിസ്റ്റിൽ വരുള്ളൂ. അതിൽ മെയിൻ ലിസ്റ്റ് തന്നെ 10-16 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകളുടെ ഒരു കുറവ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത്രയും ട്രേഡുകാരുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാം കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എന്തായാലും സാധിക്കും. ഒരുപാട് വൈകാതെ എത്രയും വേഗം അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പോൾ ട്രേഡ്സ്മാൻ ലിസ്റ്റ് ജസ്റ്റ് വന്നു, ചിലപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ലിസ്റ്റിൽ പെട്ട ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല. അങ്ങനെ ധാരണ ഇല്ലാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓൾ കേരള ട്രേഡ്സ്മാൻ റാങ്ക് ഹോൾഡേഴ്സ് എന്നുള്ളൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ജോയിൻ ആവുക. അത് പ്രൈവറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിലേക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. സപ്ലൈ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകളാണെങ്കിലും ശരി, മെയിൻ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകളാണെങ്കിലും ശരി, നമുക്ക് ഈ പറയുന്ന NJD വരുന്ന സമയത്ത് അതുപോലെ തന്നെ റൊട്ടേഷൻ ചാർട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ഇപ്പോൾ SC ST ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സപ്ലൈ ചെയ്യണമെങ്കിൽ പോലും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തായാലും ഇതിന് വേണ്ടി മുന്നിട്ടിറങ്ങണം. ഞാൻ മെയിൻ ലിസ്റ്റിലല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് നിൽക്കരുത്. അപ്പോൾ സപ്ലൈ ലിസ്റ്റിലാണെങ്കിലും ശരി, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം ഇത് നമ്മൾ ഓരോ വ്യക്തികൾക്കും മുന്നോട്ട് വരണം എന്നുള്ളൊരു ഇത് വന്നാൽ മാത്രമേ ഇതുകൊണ്ടുള്ള ഗുണമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ട്രേഡ്സ്മാൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ഒത്തൊരുമ കാണിക്കേണ്ടത് എല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു ലിസ്റ്റിൽ ഇപ്പോൾ ആകെ 10-16 പേര് മെയിൻ ലിസ്റ്റുള്ളതിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ ചിലപ്പോൾ ആൾക്കാർ ഒരു 3-4 പേരൊക്കെ അതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയൊന്നും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു അവസരമാണ് നഷ്ടപ്പെടുക. കാരണം ഇനി അടുത്ത തവണ ബിടെക്കാർക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് പോലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഓരോ നിയമങ്ങൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ ചാൻസ് മാക്സിമം യൂസ് ചെയ്യുക. നാളത്തേക്കൊരു ചാൻസിന് വേണ്ടി കാത്തിരിക്കരുത്. എത്രയും വേഗം നമ്മൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ അത്രയും നല്ലത് തന്നെയാണ്. അത് ഒരുപാട് ലേറ്റ് ആവും തോറും നമ്മളുടെ എല്ലാത്തിനും അതിനൊരു വ്യത്യാസം വരും. നേരത്തെ സർവീസിൽ കയറുന്നത് തന്നെയാണ് നല്ലത്. ഒരു ദിവസം നേരത്തെ സർവീസ് കയറി കഴിഞ്ഞാൽ അത്രയും നല്ലത് തന്നെയല്ലേ.
ഇനിയൊന്ന് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മളുടെ അത്രയും ലാഗാവും, പിന്നെ വർഷങ്ങൾ പിന്നെ അത്രയും പോകും. പിന്നെ എല്ലാവർക്കും പറ്റണമെന്നില്ല, കുറേ പേർക്കൊക്കെ ചാൻസ് ലാസ്റ്റ് ആയിരിക്കും ഇത്. പിന്നെ ഇതുപോലെയുള്ള എക്സാമുകളൊക്കെ ഇനിയിപ്പോൾ ഓരോ വർഷം കഴിയും തോറും വാക്കൻസികളൊക്കെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റൊക്കെ വാക്കൻസികളൊക്കെ ധാരാളം വരുന്നൊരു പീരീഡാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10-15 കൊല്ലം കഴിഞ്ഞിട്ടേക്ക് ഇതുപോലെയുള്ള വാക്കൻസികളൊക്കെ വരാനുള്ള സാധ്യത തന്നെയുള്ളൂ. അപ്പോൾ ആ ഒരു ധാരണയൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊക്കെ മുന്നിട്ട് ഇറങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കേസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലാതെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഹോൾഡൊക്കെ ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പറയുന്ന ഇലക്ഷനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ അവർ കൊടുക്കും, ഉറപ്പാണ്. പിന്നെ ഇലക്ഷൻ്റെ തിരക്ക് വന്നു കഴിഞ്ഞാൽ അതിനിടയിൽ പെട്ട് നമുക്കൊന്നും ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല, അവർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ ഇലക്ഷൻ തിരക്കുകളൊക്കെ കഴിയുമ്പോഴത്തേക്കും സമയം വൈകിയും പോകും. അപ്പോഴത്തേക്കും പുതിയ ലിസ്റ്റുകളൊക്കെ വന്നു, റാങ്ക് ലിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊസീജിയർ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ട്രേഡ്സ്മാൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ HPSC എന്നുള്ള നമ്മുടെ ചാനലിൽ കയറിയിട്ട് അഡ്മിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് അവർക്ക് ഫോർവേഡ് ചെയ്യാം. പിന്നെ ഞാൻ മുമ്പൊന്നും പ്രവർത്തിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊന്നും മനസ്സിൽ വിചാരിക്കരുത്. കാരണം ഈ ലിസ്റ്റിൽ പെട്ട ഒട്ടുമിക്കവരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതേപോലെ വർക്ക് ചെയ്യാനൊന്നും അറിഞ്ഞിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അവരും ഇതുപോലെ ഓരോ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണലിലാണ് കൊടുക്കുന്നത്. അത് എറണാകുളം, തിരുവനന്തപുരം ഈ 2 ഭാഗത്തായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനെന്തായാലും നല്ലൊരു എമൗണ്ടൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തെടുക്കുന്ന സമയത്ത് അത്ര ഒരു എമൗണ്ട് വരില്ല. അപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ നിൽക്കുന്നതും കൂട്ടായി നിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ മോണിറ്ററി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ലാണ്ട് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്താനും കുറച്ചുകൂടെ എളുപ്പമാണ്. ഒരാൾ കിടന്ന് ഇതിനു വേണ്ടി ഓടി നടക്കുന്നത് ഒരുപാട് ആൾക്കാർ ഓടി നടക്കുന്നത് വ്യത്യാസമുണ്ടല്ലോ. ഇലക്ട്രോണിക്സ് പോലുള്ള ട്രേഡുകളെന്ന് പറയുമ്പോൾ വല്ലപ്പോഴൊക്കെ പരീക്ഷകൾ വരാറുള്ളൂ. ഇപ്പോൾ തന്നെ ഒരുപാട് പരീക്ഷകൾ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു എക്സാം വരികയാണെന്നുണ്ടെങ്കിൽ വന്നാലേ നമുക്ക് വന്നെന്ന് പറയാൻ പറ്റുള്ളൂ. സിവിലും മെക്കാനിക്കലൊക്കെ പിന്നെയും വല്ലപ്പോഴൊക്കെ വരുമെന്ന് പറയാം. അതുകൊണ്ട് ഇലക്ട്രോണിക്സ് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ചാൻസ് വിട്ട് കളയരുത്. പ്രത്യേകിച്ച് നിങ്ങൾ മെയിൻ ലിസ്റ്റിലൊക്കെ പെട്ടിട്ടുണ്ടെന്നുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വിട്ട് കളയരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്താണ്. ഇനിയൊരു അപ്ഡേറ്റ് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളത് അറിയിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.